നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. നമ്മൾ ആദ്യ സ്റ്റെപ്പ് വെക്കണം, അത് നാളെയാണ്. ഇന്നലെ പ്രീ ബാച്ച് പ്രസ് കോൺഫറൻസിൽ ഹൻസി ഫ്ലിക്ക് ആത്മവിശ്വാസത്തോടുകൂടി പറയുകയാണ്, അതായത് മുന്നോട്ട് പോകാനുള്ള ആദ്യ സ്റ്റെപ്പ് നാളെ മെട്രോപൊളിറ്റനോയിൽ വെക്കണമെന്ന് അദ്ദേഹം ഇന്നലെ പറയുമ്പോൾ ഇന്നത്തെ മത്സരം വിജയിച്ച് കയറണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 മെട്രോപൊളിറ്റനോയിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ FC ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുന്ന ആദ്യ പാദത്തിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് FC ബാഴ്സലോണ പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ തിരിച്ചു വന്ന് പക വീട്ടി ജയിച്ചു കയറണം. ഒരു പകയുടെ കനൽ കൂടി എരിയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, കോപ്പ ഡെൽ റേയിൽ ഇതേ ബാഴ്സലോണയെ പുറത്താക്കിയത് അത്ലറ്റിക്കോ മാഡ്രിഡാണ്. അന്ന് മെട്രോപൊളിറ്റനോയിലേറ്റ കനത്ത പരാജയമാണ് ബാഴ്സക്ക് ക്യാമ്പ് നൗ പോയിട്ട് അതിന് മറുപടി കൊടുത്തിട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കിയത്. ഇത് ക്യാമ്പ് നൗവിലിട്ട് തന്നെ ബാഴ്സക്ക് പണി കൊടുത്തിട്ടുണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡ്. സോ എരിയുന്ന പകയുടെ കനലുമായിട്ടാണ് ഹൻസി ഫ്ലിക്കും സംഘവും ഇവിടെ എത്തിയിട്ടുള്ളത്. ഫ്ലിക്ക് മാധ്യമങ്ങളോട് പറയുന്നു, ഫസ്റ്റ് വി ഹാവ് ടു ടേക്ക് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടുമാറോ. ഇത് അദ്ദേഹം പറയുകയാണ്. ഇത് പറയുന്നു, തീർച്ചയായിട്ടും ഒരു ഗുഡ് പെർഫോമൻസ് നടത്തുക എന്നതിലാവണം ഞങ്ങളുടെ ഫോക്കസ്, അല്ലാതെ റിസൾട്ടിലല്ല. കാരണം ഞങ്ങൾ നന്നായി കളിച്ചാൽ തീർച്ചയായിട്ടും ഗോൾ അടിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും, റിസൾട്ട് അതനുസരിച്ച് വരും. എൻ്റെ ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ മത്സരങ്ങളിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് ഏറ്റുമുട്ടിയ പോലെയേ ആവില്ല ഈ കളി. ഒരു ഡിഫറെൻറ്റ് ഗെയിമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സ്റ്റേഡിയത്തിലെ അറ്റ്മോസ്ഫിയർ ഇൻക്രെഡിബിൾ ആയിരിക്കും. ഫാൻസിനറിയാം എന്താണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ ടഫായിരിക്കും. എതിരാളികളുടെ മൈതാനത്താണല്ലോ. പക്ഷേ എൻ്റെ ടീമിൽ എനിക്ക് വിശ്വാസമുണ്ട്. എന്താണ് ചെയ്ത് കാണിക്കേണ്ടതെന്ന് എനിക്കറിയാം. അത് പോസിബിളാണ്. വൈ നോട്ട്? അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കളിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോകണമെന്ന് ഞാൻ പറയുന്നത്. എനിക്കറിയാം ഞങ്ങൾ കളിക്കുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയാണ്. വളരെ നല്ല പ്ലെയേഴ്സുള്ള, നല്ല രൂപത്തിൽ സ്ട്രോങ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ കെൽപ്പുള്ള, അതുപോലെ തന്നെ ശക്തമായിട്ട് നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ടീമിനെതിരെയാണ് ഞങ്ങൾ കളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതനുസരിച്ച് തന്നെ സ്ട്രോങ്ലി ഡിഫെൻഡ് ചെയ്യുകയും ഓൾസോ ബി ബ്രേവ് ഇൻ അറ്റാക്ക്, ആക്രമണത്തിൽ ധൈര്യം കാണിക്കുകയും വേണം. അറ്റാക്ക് ചെയ്യുക, പ്രസ് ചെയ്യുക, ലഭ്യമാവുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും മുതലാക്കുക. അതാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇപ്പം ലാസ്റ്റ് മാച്ച് നിങ്ങൾ നോക്കുക. ഒരു പക്ഷേ അന്ന് ഒരു ബിഗ് ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ടാവും ഞങ്ങളും അവരും തമ്മിൽ. മേ ബി നാളത്തെ കളിയിൽ ഇറ്റ് വിൽ ബി ടോട്ടലി ഡിഫറെൻറ്റ്. അത് എന്നെ സന്തോഷവാനാക്കും, ആ മാറ്റം, എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മെൻറ്റാലിറ്റി, ആറ്റിറ്റ്യൂഡ്, അതൊക്കെയാണ് ഇത്തരം കളികളിൽ ഇമ്പോർട്ടൻറ്റ്. കളി കാണുന്ന എല്ലാവർക്കും, എൻ്റെ ടീമിൻ്റെ കളി കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യം, ഞാൻ എസ്പാനിയോളിനെ പരാജയപ്പെടുത്തിയതിന് ശേഷം പറഞ്ഞില്ലേ, അതേ കാര്യം തന്നെയാണ്. അതായത് ഫാൻസും എൻ്റെ പ്ലെയേഴ്സും തമ്മിലുള്ള കണക്ഷൻ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഇൻക്രെഡിബിൾ ആവണം. അത് പ്ലെയേഴ്സ് ആരാധകരിൽ നിന്ന് ആ ഒരു റെസ്പെക്റ്റ് അവർ എൻ ചെയ്തെടുത്തിട്ടുണ്ട് ത്രൂ ഔട്ട് ദെയർ പെർഫോമൻസസ്. കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണത്. ആൻഡ് ദാറ്റ് വിൽ ഹാവ് എ പോസിറ്റീവ് എഫക്റ്റ് ഓൺ ദം. അപ്പോൾ ഈ കളി ജയിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഹൻസി ഫ്ലിക്ക് പറയുന്നു. എന്തായാലും കളി കാണണം. രാത്രി 12:30. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.